അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ TDF സമരം ചെയ്യുന്നതെന്ന് എം വിൻസെന്റ് MLA ചോദിച്ചു. എല്ലാവർക്കും വേണ്ടിയാണ് TDF സമരം ചെയ്യുന്നത് എന്നാണ് MLA പറയുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. 1-ാം തീയതി ശമ്പളം നൽകുമെന്നത് ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഉറപ്പ്, അതായത് ഗതാഗത മന്ത്രി അങ്ങനെ ഉറപ്പ് നൽകിയിരുന്നു, അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് എം വിൻസെന്റ് 24-നോട് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSRTCയിൽ TDF നടത്തുന്ന പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ സർവീസുകൾ മുടങ്ങുമെന്നാണ് TDF പറയുന്നത്. എന്തായാലും എം വിൻസെന്റ് MLA ചേരുന്നു. ഈ കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല, ഒപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ജീവനക്കാർക്ക് നിഷേധിക്കുന്നു. ഈ ആവശ്യങ്ങളൊക്കെ, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. ആരോപണങ്ങളല്ല, വസ്തുതകളാണ്. കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ തുടങ്ങിയതാണ്. ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല. എന്ന് ശമ്പളം കിട്ടും എന്ന് തൊഴിലാളികൾക്ക് അറിയാത്ത ഏക പൊതുമേഖലാ സ്ഥാപനം ഇതാണ്. 31% DA കുടിശ്ശികയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴേക്ക് ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന NDR ആയാലും NPS ആയിരുന്നാലും കൃത്യമായി അടയ്ക്കാത്തത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ജീവനക്കാർക്കുണ്ടാകുന്നു. അവരുടെ വീടുകൾ ജപ്തി ചെയ്തു പോകുന്ന സാഹചര്യങ്ങൾ, അവരെടുത്ത ലോൺ അടയ്ക്കേണ്ട തുക KSRTC അവരിൽ നിന്ന് പിടിച്ചിട്ട് യഥാസമയം അടയ്ക്കാത്തതിൻ്റെ പേരിൽ വീടുകൾ ജപ്തി ചെയ്തു പോകുന്നു. പണിമുടക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് KSRTC CMD ഒക്കെ പറയുന്നത്. അവധി കൊടുക്കില്ല ജീവനക്കാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് സംഘടന പ്രതിരോധിക്കുക? അല്ല, ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഈ 103 മാസക്കാലം അവർ അനുഭവിക്കാത്ത ഏത് കടുത്ത നടപടിയാണുള്ളത്? 30 ദിവസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതിരിക്കുന്നതിനേക്കാൾ വലിയ കടുത്ത നടപടിയൊന്നുമില്ലല്ലോ. ഇടത് സംഘടനകൾ നിങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കും, ഇല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നൊരു തോന്നലുണ്ടോ? കാരണം അവരിതുവരെ ഒരു പരസ്യ പ്രതിഷേധത്തിന് വന്നിട്ടില്ല. ചെറിയ സമരങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സർക്കാരിനെതിരെ പരസ്യമായിട്ട് തിരുവനന്തപുരം നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു പിന്തുണ ഉണ്ടാവും തോന്നുന്നുണ്ടോ? എല്ലാ സംഘടനയിലെയും സാധാരണക്കാരായ അംഗങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കും. കാരണം അവർക്ക് വീട്ടുകാരെ ഫേസ് ചെയ്യണ്ടേ. ഓരോ മാസവും 1-ാം തീയതി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടുകാർ ഇന്ന് ശമ്പളവുമായിട്ടായിരിക്കും വരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരിക്കും. 1-ാം തീയതി, 2-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി എല്ലാ ദിവസവും അവരുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കുകയല്ലേ. എന്നിട്ട് രാവിലെ വീട്ടുകാരുണ്ടാക്കുന്ന ഭക്ഷണവുമായി ഈ തൊഴിലാളി ജോലിക്ക് ഹാജരാവുകയല്ലേ. അവൻ്റെ മാനസികമായ പ്രശ്നം, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് INTUC-കാർക്ക് മാത്രമുള്ളതല്ല ഈ പ്രശ്നങ്ങൾ. ഇത് CITU-കാർക്കും AITUC-കാർക്കും BMS-കാർക്കും എല്ലാവരും അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായും അവരെല്ലാവരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമരം 100% വിജയമായിരിക്കും. തീർച്ചയായും വിജയമായിരിക്കും. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ യഥാരീതിയിൽ ജീവനക്കാർ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സമരം പൂർണ്ണമായ വിജയമായിരിക്കുമെന്നാണ് MLA വ്യക്തമാക്കുന്നത്. എന്തായാലും KSRTC സമരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ബസ്സുകൾ ഓടി, ഇല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാൻ സാധിക്കും. രാജ്കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് TDF എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ 23 KSRTCയുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അന്ന് റെക്കോർഡ് കളക്ഷൻ, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന ദിവസമായിരുന്നു. ഏതാണ്ട് ഒരു 10 കോടിയുടെ അടുത്ത് കളക്ഷൻ വന്ന ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് ആ KSRTC മൊത്തത്തിൽ ഒന്ന് റെഡിയായി വരുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അപ്പോഴും KSRTCയിൽ ശമ്പള വിതരണം ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഈ സമരം എന്നാണ് TDF വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ മന്ത്രി എന്ത് പ്രതികരണം നടത്തുന്നു എന്ന് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അത് ഒരു പ്രധാനപ്പെട്ട പ്രതികരണമായി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എന്ത് പ്രതികരണം ഈ വിഷയത്തിൽ നടത്തുന്നു എന്നുള്ളത്.